ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അലവി മൂലന്തവിയുടെ തങ്ങളുടെ ചില ആസാറുകൾ ഇവിടെ ഉണ്ട്. ഈ ആസാറുകൾ സ്വീകരിക്കപ്പെടണം, അതിനെ ബഹുമാനിക്കപ്പെടണം, അതിനെ ആദരിക്കപ്പെടണം, അത് സംരക്ഷിക്കപ്പെടണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതൊക്കെ വലിയ പുണ്യമായ സംഗതികളാണ്. പഴയ കാലത്ത് മഴ ഇല്ലാത്ത കാലത്ത് നാട്ടിലൊക്കെ മമ്പുറത്തുനിന്നൊരു കൊടി എടുത്തുകൊണ്ട് നടക്കലാണ്. എന്നാൽ കൊടി എടുത്ത് ദ്വാരത്താൽ എന്നാൽ കൊടി മുന്നിൽ വെച്ച് ദ്വാരത്താൽ ഒന്ന് മഴ പെയ്യലുണ്ട്. നമുക്കതിന് വിശ്വാസമില്ല, കൊടി നമ്മൾ എടുക്കണമില്ല. അപ്പോൾ വലിയ ആസാറുകൾ എന്ന് പറയുന്നത് ദീൻ്റെ ഷിയാറുകളാണ്. ആ ഷിയാറുകളെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആസാറുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളെ കൂടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ താഴെക്കോട് പള്ളി നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ ഉദ്ഘാടന സമയത്ത് 220 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറ്റിയടിക്കാൻ വന്നപ്പോൾ നൽകിയ കുന്തവും തലയണയുമാണിത്. ഈ തലയണ ഉപയോഗിച്ചാണ് എല്ലാ മാസവും 11-ാം രാവിനും 12-ാം രാവിനും മൗലീദ് പാരായണം നടത്തുന്നത്. ഈ കുന്തം ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അത് ഷോക്കേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. സയ്യിദ് കുടുംബത്തിലെ പ്രമുഖനാണ് മഹത്തായി മസ്ജിദിന് തുടക്കം കുറിക്കുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ശേഷം കേരളം കണ്ട ഏറ്റവും വലിയതായിരിക്കുന്ന മുദരിസ് താഴെക്കോട് കുഞ്ഞലവി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ ദീർഘകാലം ഇവിടെ ദർസ് നടത്തി. അക്കാലത്തെല്ലാം ആത്മീയതയ്ക്ക് വേണ്ടതിലധികം പ്രാധാന്യവും സാന്നിധ്യവും ഉണ്ടായതായ മഹത്തായതായിരിക്കുന്ന ഈ മസ്ജിദ് അൽഹംദുലില്ലാഹ് നാട്ടുകാരുടെ സ്വന്തം ചെലവിൽ മറ്റു പല സഹായങ്ങളൊന്നുമില്ലാതെ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതും അതിൻ്റെ ഭൗതികമായതായിരിക്കുന്ന മനോഹാരിത വേണ്ട വിധം ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി. ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഈ വഴി സഞ്ചരിക്കുമ്പോൾ ഏതാണ് ആ പള്ളി എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പ്രൗഢമാണ്. അത് ബാഹ്യമായതായിരിക്കുന്ന പ്രൗഢി ബഹുമാന്യനായതായിരിക്കുന്ന സയ്യിദുൽ ഉലമ ഉണർത്തിയതുപോലെ തന്നെ അധ്യക്ഷൻ ഇവിടെ ആവർത്തിച്ചതുപോലെ തന്നെ ഈ മനോഹാരിത ബാഹ്യമായ ഈ പ്രൗഢിയിൽ ഒതുക്കി നിർത്താതെ 2000-ഓളം വരുന്ന അല്ലെങ്കിൽ 1500-ഓളം വരുന്ന മഹല്ല് നിവാസികൾ തിങ്ങിത്താമസിക്കുന്ന ഈ പള്ളിയിൽ മതരംഗത്തുള്ള പ്രൗഢി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചാൽ അകവും പുറവും ഒന്നുപോലെ പ്രൗഢമാകും. അല്ലാഹു തആല അതിലേക്ക് എത്തിക്കുമാറാകട്ടെ. അത് ആ മൂലയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഷോക്കേസ് അത് തങ്ങളുടെ തലയണയും കുന്തവും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായതാണ്. മറ്റൊരു പള്ളിയിൽ അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അറിവിലില്ല. ഏതായിരുന്നാലും മമ്പറത്ത് ചിലപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞേക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി എവിടേക്കുള്ളത് എന്നുള്ളത് അങ്ങനെ പറയാൻ കഴിയൂല. ഏതായിരുന്നാലും അത് കാണാൻ കഴിഞ്ഞതിൽ, സ്പർശിക്കാൻ കഴിഞ്ഞതിൽ അതൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. മഹാനായതായിരിക്കുന്ന പാണക്കാട് തങ്ങളുടെ കരങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് പ്രൗഢമാണ്, സന്തോഷമാണ്, മുബാറക്കാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ.